ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ സോഷ്യൽ സയൻസിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഫസ്റ്റ് പാഠമാണ് കേട്ടോ. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. പാഠം തുടങ്ങുന്ന സമയത്ത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പുസ്തക സമാഹാരത്തിൽ നിന്നും ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കും അത് വായിച്ചു നോക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യരുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടി ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൻബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകെട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ഹൈഡൽബർഗ് എന്ന മനുഷ്യന്റെ തലയോട് അല്ലെ, അല്ലെങ്കിൽ ആദിമ മനുഷ്യന്റെ തലയോട് എന്നെഴുതിയാലും മതി. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നിന്നുമാണ് അത് ലഭിച്ചത്. ആദിമ മനുഷ്യന്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ? പൂർവികരെ കണ്ടെത്താം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. അതായത് ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെ, അച്ഛൻ്റെ അമ്മയുടെയും അമ്മയും അച്ഛനും, പിന്നെ അവരുടെ അച്ഛനും അമ്മയും, അതായത് മുതുമുത്തശ്ശനും മുതുമുത്തശ്ശിയും. അങ്ങനെ നമുക്ക് ഏറിയാൽ ഒരു 3-4 തലമുറയെ പിന്നോട്ട് പോകാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപക്ഷെ അറിവ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അന്നത്തെ ആളുകളൊന്നും ജീവിച്ചിരിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ, അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുന്നത് എവിടെയായിരിക്കും? ആദിമ മനുഷ്യരിലേക്ക്, അവരിൽ നിന്ന് കുരങ്ങുകളിലേക്കൊക്കെ ആയിരിക്കും എത്തുന്നത്. ഇനി എന്താണ് BCE, എന്താണ് CE എന്ന് നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുൻപ്, അതായത് ബിഫോർ കോമൺ ഇറ, അതാണ് BCE. പൊതുവർഷവും അതായത് കോമൺ ഇറ CE എന്ന് പറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ഇത് BC, AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. അതായത് BC എന്ന് വെച്ചാൽ ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെത്ത്. ഓക്കെ. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലം BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള AD അന്നോ ഡൊമിനി എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പം യേശുക്രിസ്തുവിന് മുൻപുള്ള കാലത്ത്, അതായത് പൊതുവർഷത്തിൽ വരുന്നതിന് മുൻപുള്ള കാലമാണ് BCE, ബിഫോർ കോമൺ ഇറ. പിന്നെ പൊതുവർഷവും അതിനുശേഷവും ഉള്ളതാണ് എന്ത്? CE, കോമൺ ഇറ എന്ന് പറയുന്നത്. ഇനി ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. അത് നമുക്കറിയാമല്ലേ. 1 ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. അപ്പൊ ഇവിടെ BCEയുടെയും CEയുടെയും വർഷങ്ങൾ എത്രയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് BCE നേരെ പുറകോട്ടേക്ക്, അതായത് 100, 200, 300, 400, 500 അങ്ങനെ ആയിരിക്കും പോകുന്നത്. പുറകോട്ടേക്കായിരിക്കും പോകുന്നത്, 500 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയൊക്കെ. CE എന്ന് പറഞ്ഞാൽ നേരെ മുൻപോട്ടേക്കായിരിക്കും പോകുന്നത്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ മക്കളെ ഫോസിലുകൾ?
പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ പരിണാമം, അതായത് മനുഷ്യൻ പണ്ടത്തെ കാലത്തു നിന്നും ഇപ്പോൾ ഉള്ള നാം കാണുന്ന ഇന്നത്തെ മനുഷ്യരിലേക്ക് എത്തിയതിനെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുക. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ചാൾസ് ഡാർവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കുറച്ച് അറിവുകൾ അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങളെടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കാം. ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് പ്രൈമേറ്റുകളാണ്. പ്രൈമേറ്റുകൾ സസ്തനികളിലെ പെട്ട ഒരു വിഭാഗമാണ്. പിന്നെ അത് ഹോമിനോയിഡുകളായി, അതായത് പരിണാമം സംഭവിച്ച് ഹോമിനോയിഡുകളായി. ഹോമിനോയിഡുകൾ എന്ന് വെച്ചാൽ 4 കാലിൽ നടക്കാൻ കഴിയുന്ന ജീവികളാണ്. പിന്നെ ഹോമിനിഡുകളായി. ഹോമിനിഡുകൾ എന്താണ്? ഇരുകാലിൽ നടക്കുന്ന ജീവികളിലേക്ക് എത്തി. ഹോമിനിഡുകളിലെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആസ്ട്രലോപിറ്റേക്കസും രണ്ടാമത്തത് ഹോമോയും. അപ്പം ആസ്ട്രലോപിറ്റേക്കസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. പിന്നീട് ഹോമോയെ കുറിച്ച് നമുക്ക് എന്തായി? ഹോമോയെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചു. ആദ്യത്തേത് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് എന്ന് വെച്ചാൽ ഉപകരണ നിർമ്മാതാക്കളാണ്. അതായത് ആയുധങ്ങൾ കൊണ്ടും ശിലകൾ കൊണ്ടും മറ്റ് വസ്തുക്കളെ കൊണ്ടൊക്കെ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നവർ. പിന്നെ ഹോമോ ഇറക്റ്റസ് ആയി, അതായത് നിവർന്നു നിൽക്കുന്ന മനുഷ്യരായി. അവസാനം ഹോമോ സാപ്പിയൻസ് ആയി, അതായത് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരിലേക്ക്, ബുദ്ധിയുള്ള മനുഷ്യരിലേക്ക് എത്തി. പ്രൈമേറ്റുകളിൽ നിന്നും തുടങ്ങി ഹോമോ സാപ്പിയൻസിലേക്കുള്ള പരിണാമഘട്ടത്തിന്റെ ഫ്ലോ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നല്ലതുപോലെ പഠിക്കുക. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിവ എന്ന ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ്, അതായത് ബുദ്ധിയുള്ള മനുഷ്യരാണ്. മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യ പരിണാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ജീവികളിലെ സ്വാഭാവിക പ്രക്രിയകൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പരിണാമം എന്ന് പറയുന്നത്. ഡ്രയോപിത്തക്കസിൽ നിന്ന് ആരംഭിച്ച് ഹോമോസാപ്പിയൻസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് മനുഷ്യ പരിണാമത്തിന്റെ ഘട്ടങ്ങൾ എന്നാണ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ പരിണാമത്തിലെ ആദ്യ ഘട്ടം ഡ്രയോപിത്തക്കസ് ആണ്. മനുഷ്യന്റെയും ചിമ്പാൻസികളുടെയും പൂർവികർ വലിയ കുരങ്ങുകളായിരുന്നു. അവർ ആഫ്രിക്ക, ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്നു. രണ്ടാം ഘട്ടം രാമാപിത്തക്കസ് ആണ്. വംശനാശം സംഭവിച്ച കുരങ്ങുകളാണ് ഇവ. ആദ്യം പഞ്ചാബിലെ ശിവാലിക് ശ്രേണിയിലും പിന്നീട് സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അവർ തുറന്ന പുൽമേടുകളിലാണ് താമസിച്ചിരുന്നത്. ഓസ്ട്രാലോപിത്തക്കസ് ആണ് മൂന്നാം ഘട്ടത്തിൽ വരുന്നത്. 1924 ദക്ഷിണാഫ്രിക്കയിലാണ് ഇതിന്റെ ഫോസിൽ കണ്ടെത്തിയത്. അവർ നിലത്ത് താമസിച്ചിരുന്നു. കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അവർ നിവർന്നു നടന്നിരുന്നു. അവരുടെ ഉയരം ഏകദേശം 4 അടി ആയിരുന്നു. പിന്നീട് മനുഷ്യൻ ഹോമോ ഇറക്റ്റസിലേക്കാണ് പരിണമിച്ചത്. 1891 ജാവയിലാണ് ഇതിന്റെ ഫോസിൽ ആദ്യമായി കണ്ടെത്തിയത്. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാൽ എന്നാണ് അടുത്ത ഘട്ടം അറിയപ്പെടുന്നത്. പരിണാമം ഹോമോ ഇറക്റ്റസ് ഹോമോ സാപ്പിയൻസ് ആയി മാറി. ഇത് കാലക്രമേണ വീണ്ടും വികാസം പ്രാപിച്ച് ഹോമോ സാപ്പിയൻസ് നിയോണ്ടർതാൽ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി മാറി. മനുഷ്യ പരിണാമത്തിലെ അവസാന ഘട്ടമാണ് ഹോമോ സാപ്പിയൻസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ശേഷിപ്പുകൾ യൂറോപ്പിൽ കണ്ടെത്തി. അവയെ ക്രോമാഗ്നൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിന്റെ താടിയെല്ലുകൾ ചെറുതായിരുന്നു. ഇവ പിന്നീട് താടിയെല്ലുകൾ പുറത്തുവന്ന് വികസിത മനുഷ്യനായി മാറി. വേട്ടയാടലായിരുന്നു ഇവയുടെ പ്രധാന തൊഴിൽ. അതായിരുന്നു അവരുടെ ഭക്ഷണ ശേഖരണ രീതി. ജോലികൾ ചെയ്യാനുള്ള ഇവരുടെ കഴിവുകൾ തുടക്കത്തിൽ തന്നെ പ്രകടമായിരുന്നു. മനുഷ്യവികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ.
ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് പ്രാചീന ശിലായുഗമാണ്, രണ്ടാമത്തേത് മധ്യശിലായുഗം, മൂന്നാമത്തേത് നവീന ശിലായുഗം. വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ. ആദ്യത്തേത് പ്രാചീന ശിലായുഗമാണ്. ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകളായിരുന്നു ഇവർ ഉപകരണങ്ങളാക്കിയിരുന്നത്. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി. ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. അടുത്തത് മധ്യശിലായുഗമാണ്. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അതായത് കല്ലുകളൊക്കെ മൂർച്ച കൂട്ടി അല്ലെങ്കിൽ ആകൃതി മാറ്റി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. മൂന്നാമത്തേതാണ് നവീന ശിലായുഗത്തിലേക്ക് വരുന്നത്. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇതെല്ലാം നവീന ശിലായുഗത്തിലെ പ്രത്യേകതകളാണ്. ഇനി ബിംബേഡ്കയും ഗുഹാചിത്രങ്ങളും എന്താണെന്ന് നോക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അതായത് സംസാരവും ലിപികളും വരുന്നതിന് മുന്നേ ആയിട്ട് മനുഷ്യർ ആശയങ്ങൾ പരസ്പരം കൈമാറിയിരുന്നത് അഥവാ ആശയവിനിമയം നടത്തിയിരുന്നത് ചിത്രങ്ങളിലൂടെയായിരുന്നു. അപ്പൊ പാറകളും മറ്റും ഉപയോഗിച്ച് ഗുഹകളിൽ ഇതുപോലെ ചിത്രങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്. അതിന്റെ തെളിവുകളാണ് ഈ ബിംബേഡ്ക ഗുഹാചിത്രങ്ങൾ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിവയുടെ പ്രത്യേകതകൾ സ്ട്രിപ്പുകളിൽ എഴുതി ബൗളിൽ വെക്കുക. വിവിധ ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സിൽ ക്രമീകരിക്കുക. കുട്ടികൾ സ്ട്രിപ്പുകൾ എടുത്ത് ഉചിതമായ രീതിയിൽ ചാർട്ടിൽ ഒട്ടിക്കുക. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ചെയ്തു നോക്കുക. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. ഈ സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. നമുക്കവിടെ ആദിമ മനുഷ്യർ ഉപയോഗിച്ച ഒരുപാട് ആയുധങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? ആദ്യത്തേത് പാറകൾ കൊണ്ടാണല്ലേ. രണ്ടാമത്തേത് ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളാണ്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചെമ്പായിരുന്നു അല്ലേ. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും നവീന ശിലായുഗവും കഴിഞ്ഞ ശേഷമാണ് എന്ത് വരുന്നത്? വെങ്കലയുഗം വരുന്നത്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള മാറ്റത്തിനെല്ലാം കാരണമായത് ഈ കാലഘട്ടം കൊണ്ടാണ്. ഈ വെങ്കലയുഗത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ വെങ്കലം എന്നുള്ള ലോഹസങ്കരം അവർ നിർമ്മിച്ചെടുത്തത് കൊണ്ടാണ്. ഇനി നമുക്കതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. മൃഗങ്ങളെ വേട്ടയാടാനും അവയിൽ നിന്ന് രക്ഷ നേടാനും കിഴങ്ങുകളും മറ്റും കുഴിച്ചെടുക്കാനുമായിരുന്നു ഈ കണ്ടുപിടുത്തം. ഗുഹകളിലായിരുന്നു അന്നത്തെ മനുഷ്യരുടെ താമസം.
കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമാക്കി. അന്നത്തെ മനുഷ്യരുടെ പ്രധാന ഉപജീവന മാർഗം വേട്ടയാടലായിരുന്നു. ഗുഹകൾക്കുള്ളിൽ വെളിച്ചത്തിനും മാംസങ്ങൾ വേവിക്കാനും അവർ തീ ഉപയോഗിച്ചു. കല്ലിൻ തുണ്ടുകൾ, കൽച്ചീലുകൾ, എല്ലിൻ കഷ്ണങ്ങൾ, മരക്കമ്പുകൾ തുടങ്ങിയവയായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധങ്ങൾ. നവീന ശിലായുഗത്തിലേക്ക് കടക്കുമ്പോഴേക്കും മാറ്റങ്ങൾ പിന്നീടും ഒരുപാടുണ്ടായി. മൃഗങ്ങളെ ഓടിപ്പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ അമ്പും വില്ലും ഉണ്ടാക്കുകയും അതുപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ മരത്തടികൾ ചേർത്ത് വച്ച് ഉപയോഗിച്ചു. തോൽക്കുപ്പായങ്ങൾ ധരിക്കാൻ തുടങ്ങി. തീയുടെ കണ്ടുപിടുത്തമാണ് ഇതിൽ ഏറ്റവും വലിയ വിപ്ലവം. തീയുടെ കണ്ടുപിടുത്തത്തോടെ മാംസവും കിഴങ്ങുകളും വേവിച്ചു കഴിക്കാൻ തുടങ്ങി. കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും തീ ഉപയോഗിച്ചു. രാത്രിയിലെ ഇരുട്ടകറ്റാനും തീ ഉപയോഗിച്ചു. പിന്നീട് വെങ്കലയുഗത്തിന്റെ നാളുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ജീവിതം കുറച്ചുകൂടെ എളുപ്പമായി. കൃഷിയുടെ വളർച്ചയും മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ്. ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വിപുലീകരിക്കുന്നതിന് സഹായകരമായി തീർന്നു. ഇതോടെ കാർഷികോൽപാദനം വർദ്ധിക്കുകയും സാധനങ്ങളുടെ കൈമാറ്റം വർദ്ധിക്കുകയും ചെയ്തു. കൈമാറ്റ സമ്പ്രദായം വന്നതോടെ പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളും രൂപപ്പെട്ടു. വെങ്കലയുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്തൂ. നമ്മൾക്ക് ഏതൊക്കെയാണെന്ന് കണ്ടുല്ലേ. ഏതൊക്കെയാണ്? ചൈനീസ് സംസ്കാരമുണ്ട്, ഹരപ്പൻ സംസ്കാരമുണ്ട്, മെസപ്പൊട്ടേമിയൻ സംസ്കാരമുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്. ഈ ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. 4 സംസ്കാരങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നദികൾ ഏതൊക്കെ നദീതീരങ്ങളിലാണ് ഇവ ഉത്ഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പം മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉത്ഭവിച്ചത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദീതീരങ്ങളിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതീരത്താണ്. ഹരപ്പൻ സംസ്കാരം സിന്ധു നദീതീരത്താണ്. ചൈനീസ് സംസ്കാരം ഹുവാങ്ഹോ നദീതീരത്തിലാണ്. ഈ നദിയെ യെല്ലോ നദി യെല്ലോ റിവർ എന്നുകൂടെ അറിയുന്നുണ്ട് കേട്ടോ. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? കാരണം നദീതടങ്ങളിലെ ഫലഭൂഷ്ടമായ മണ്ണ് അത് അവർക്ക് കൃഷി കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം. പിന്നെ കൃഷിക്ക് വേണ്ട ജലലഭ്യത, കൃഷിക്കും കുടിക്കാനും കുളിക്കാനും അവരുടെ നിത്യോപയോഗങ്ങൾക്കൊക്കെ വേണ്ട ജലലഭ്യത, പിന്നെ അനുകൂല കാലാവസ്ഥ, നദീതീരങ്ങളിലുള്ള അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ. ഇനി നമുക്ക് ഓരോ സംസ്കാരങ്ങളായിട്ട് പഠിക്കാം. ആദ്യത്തേത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. ഭൂപടം 1.1 നിരീക്ഷിച്ച് മെസപ്പൊട്ടേമിയയുടെ സ്ഥാനം കണ്ടെത്തൂ. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഇനി നമുക്ക് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ നഗരജീവിതവും എഴുത്തുവിദ്യയും നോക്കാം. മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറൂഖ്, ലഗാഷ് മുതലായവ. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അഥവാ ലിപി ക്യൂണിഫോം എന്നറിയപ്പെടുന്നു. ക്യൂണിഫോം ലിപിയുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് ഇത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശാസ്ത്രത്തിലും ഗണിതത്തിലും അവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. പിന്നെ നിയമത്തിൽ അവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇനി നമുക്ക് എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് നോക്കാം. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE 1792-1750 കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഇത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇതറിയപ്പെടുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്.
ഇനി എന്താണ് സിഗുറാത്തുകൾ എന്ന് നോക്കാം. മെസപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മെസപ്പൊട്ടേമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന മെസപ്പൊട്ടേമിയ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യ പുരോഗതിക്ക് അടിത്തറ പാകിയത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. ഫലഭൂയിഷ്ഠമായ ഭൂമിയും വികസിത സമൂഹങ്ങളും ഉള്ളതിനാൽ മെസപ്പൊട്ടേമിയ നഗരങ്ങളുടെ ആവിർഭവനത്തിന് കാരണമായി മാറി. നമ്മുടെ എല്ലാ പുരോഗതിയും ഇവരുടെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമാണ്. അവർ എഴുത്ത്, ചക്രം, സംഭരണി, ജലസേചനം, കപ്പലുകൾ, രഥങ്ങൾ, ഭൂപടങ്ങൾ, കലപ്പകൾ എന്നിവ സൃഷ്ടിച്ചു. അവർ ഗണിതത്തിൽ പുരോഗമനം കൊണ്ടുവന്നു. മെസപ്പൊട്ടേമിയക്കാരുടെ ഏറ്റവും വലിയ സംഭാവന തീർച്ചയായും എഴുത്താണ്. എഴുത്ത് ലോകത്തെ പരസ്പരം ആശയവിനിമയം നടത്താൻ സഹായിച്ചു. ഇതുകൂടാതെ സംഗീതം, പെയിന്റിംഗ്, സാഹിത്യം എന്നിവ ഉൾപ്പെടെ കലാപരവും സാംസ്കാരികപരവുമായ മേഖലകളിൽ വലിയ സംഭാവനകളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം ലോകത്തിന് നൽകിയത്. അടുത്ത സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരമായിരുന്നു അല്ലേ? ഭൂപടം 1.1 നിരീക്ഷിക്കൂ. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം കണ്ടെത്തൂ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താണ് പിരമിഡുകൾ എന്ന് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. മമ്മികൾ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യയെക്കുറിച്ച് നോക്കാം. മെസപ്പൊട്ടേമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി ട്ടോ. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ് ഇത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനകൾ നോക്കാം. ആദ്യം ശാസ്ത്ര നേട്ടങ്ങളാണ്. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. അതായത് കൂട്ടലും കുറയ്ക്കലും. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂടി ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവിടെ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളാണുള്ളത്? എത്ര മാസങ്ങളാ മക്കളെ? 12 മാസങ്ങൾ അല്ലേ? ഓരോ മാസത്തിലും 30 ദിവസങ്ങളാണോ ഉള്ളത്? ചിലതിൽ 30 ചിലതിൽ 31 ചിലത് 28 അല്ലേ? നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ച് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണുള്ളത് എന്ന് കണ്ടെത്തി എഴുതൂ. എത്രയുണ്ട് നമുക്ക് നോക്കാം. ജനുവരി 31, ഫെബ്രുവരി 28, അധിവർഷമാണെങ്കിൽ 29. അതായത് അധിവർഷം എന്ന് പറയുന്നത് 4 വർഷം കൂടി വരുന്ന 4ാമത്തെ വർഷത്തിൽ ഫെബ്രുവരി 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. അടുത്ത സംസ്കാരം ചൈനീസ് സംസ്കാരമായിരുന്നു. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെയും അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ചൈനീസ് സംസ്കാരത്തിന്റെ എഴുത്ത് സമ്പ്രദായം നമുക്ക് നോക്കാം. ചൈനീസ് ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിക്കേ. മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ.
നമുക്കിവിടെ പട്ടികയിൽ സംസ്കാരങ്ങൾ, ലിപി, പ്രത്യേകതകൾ എന്നിങ്ങനെ 3 കോളങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് മെസപ്പൊട്ടേമിയ സംസ്കാരമാണ്. അതിൻ്റെ ലിപി ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ക്യൂണിഫോം ലിപി ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. രണ്ടാമത്തേത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അവരുടെ ലിപി ഹൈറോഗ്ലിഫിക്സ് ലിപിയായിരുന്നു. വിശുദ്ധ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. മൂന്നാമത്തെ സംസ്കാരം ചൈനീസ് സംസ്കാരമായിരുന്നു. അവരുടെ ലിപി ചിത്രലിപിയാണ്, അല്ലെങ്കിൽ ചൈനീസ് ലിപിയാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ്. വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. നമുക്ക് ഇന്ത്യൻ ഭൂപടത്തിൽ എവിടെയായിട്ടാണ് ഹരപ്പൻ സംസ്കാരം വരുന്നത് എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഹരപ്പൻ സംസ്കാരം വരുന്നതെന്ന്. സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ASI. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ഇനി നമുക്ക് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഭൂപടം 1-2 നിരീക്ഷിച്ച് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയുണ്ട്? മോഹൻജദാരോ, ഹരപ്പ, ലോഥാൽ, കാലിബംഗൻ. ഇനി നമുക്ക് ഹരപ്പൻ സംസ്കാരത്തിന്റെ നഗരാസൂത്രണവും മോഹൻജദാരോയിലെ വലിയ കുളവും ഒക്കെ പരിചയപ്പെടാം. ആദ്യം നഗരാസൂത്രണം നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. ഇനി മോഹൻജദാരയിലെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. നമുക്ക് ആ വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ഇനി എന്തായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിലെ ധാന്യപുര എന്ന് നോക്കാം. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. നമുക്കവിടെ ധാന്യപുരയുടെ അവശിഷ്ടങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇനി കരകൗശല വിദ്യ. ഹരപ്പൻ സംസ്കാരത്തിലെ കരകൗശല വൈദഗ്ധ്യമുള്ളവരായിരുന്നു അവരൊക്കെ. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവര് നിർമ്മിച്ച കളിപ്പാട്ടങ്ങളുടെയും അതുപോലെ മുദ്രകളുടെയും ആഭരണങ്ങളുടെയും മൺപാത്രങ്ങളുടെയും നർത്തകിയുടെ വെങ്കല പ്രതിമയുടെയും എല്ലാം ചിത്രങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഈ ചിത്രങ്ങളിൽ നിന്ന് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് കണ്ടെത്തി ആശയപടം പൂർത്തിയാക്കൂ. അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു, മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണുകൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു. എഴുത്തുവിദ്യ. ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അവരുടെ ഒരു എഴുത്തുവിദ്യയുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച. ഏകദേശം BCE 1900 ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയായിരുന്നു? കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമുണ്ടായ പ്രളയം,
വനനശീകരണം, ഭൂമിയുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യത്തെ പാഠഭാഗത്തിലെ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവൃത്തികളും പാഠഭാഗവും ഒക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.